നമ്മുടെ പ്രവൃത്തിയിൽ നിന്നോ വാക്കിൽ നിന്നോ നമുക്ക് കൊള്ളുകയില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് റിസൾട്ടുണ്ട്. അത് നല്ലതായാലും ചീത്തയായാലും റിസൾട്ടുണ്ട്. നല്ലതാണേലും റിസൾട്ടുണ്ട് പ്രിയമുള്ളവരെ. അത് വാക്കിന് മാത്രമല്ല, പ്രവർത്തിക്കുമുണ്ട്. വാക്കിന് മാത്രമല്ല, ഒരു പുണ്യപ്രവൃത്തി ചെയ്ത് നോക്കി റിസൾട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ധ്യാനത്തിന് പോയി. ഒരു കൗൺസിലർ, ഒരു സിസ്റ്ററാണ്, എന്നോട് പറഞ്ഞു, പിതാവിന് ദൈവം ഒത്തിരി കാരുണ്യം തന്നിട്ടുണ്ട്, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് കാരുണ്യം കിട്ടാനുള്ള മാർഗവും പറഞ്ഞു. അങ്ങേയറ്റം കാരുണ്യം തരുന്നുണ്ട് ദൈവം. കാര്യം എന്താണെന്നറിയോ? പിതാവ് ഒത്തിരി പേരോട് കരുണ കാണിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പറച്ചിലും കൂടെ, ഒരു ശവപ്പെട്ടി മേടിക്കാൻ വിഷമിച്ച ഒരാൾക്ക് ഒരു ശവപ്പെട്ടി മേടിച്ചൊരു സംഭവമുണ്ട്, അത് കർത്താവിന് നന്നായി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ചങ്കിനകത്തത് കൊണ്ട് ഏതാറും ഒരു പാവപ്പെട്ട പെണ്ണുണ്ടായിരുന്നു ഈ നാട്ടിൽ, നന്നായി പഠിക്കും, സിവിൽ സർവീസ് എക്സാം എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പനും രോഗി, അമ്മയും രോഗി. അങ്ങനെ അവൾ വിഷമിച്ച് കഴിയുകയാണ്. ആരോ എന്നെ വന്ന് കണ്ടു. ഞാൻ അന്ന് തന്നെ അവൾക്ക്, എന്ന അച്ഛനാണ്, എൻ്റെ പൈസയൊന്നുമില്ല, എങ്കിലും 25,000 രൂപയുടെ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു കൊടുത്തു. കാരണം നമുക്ക് സിവിൽ സർവീസ് എഴുതാൻ പറ്റിയില്ല, എന്നാൽ ഇവൾ എഴുതിക്കോട്ടെ, മേടിച്ചു. അതിനുശേഷം ഞാൻ അവളോട് പറഞ്ഞു, ഞാനിവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും കടയിൽ പറഞ്ഞേക്കാം, നീ ആ കടയിൽ നിന്ന് അരി സാധനമൊക്കെ മേടിച്ചു, ഞാൻ പൈസ കൊടുത്തോളാം. അവൾ പറഞ്ഞു, വേണ്ട, ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച് പൈസ കിട്ടുന്നുണ്ട്, അത് മതി. PG പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വന്ന് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്കൊരു അസുഖമാണ്, സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് എന്താണെന്നറിയോ? ഈ അമ്മ മരിച്ചു പോകുമെന്നുള്ള, ശ്വാസകോശം മുഴുവൻ പോയിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അപ്പനും അസുഖം കൂടി, അപ്പനും മരിച്ചു. അപ്പൻ്റെ മരണസമയം അടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പൈസയില്ല ഇതിൻ്റെ കയ്യിൽ. അപ്പോൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ ഞാൻ പറഞ്ഞു വിട്ടു. അയാൾ രണ്ടുമൂന്ന് പറഞ്ഞു, മൺറാട് ഹോസ്പിറ്റലിൽ കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആംബുലൻസ് വേണം, പിന്നെ അങ്ങനെ സീരിയസ് ആണ്. ഞാൻ പറഞ്ഞ ചിലവെല്ലാം ചെയ്തു, അവൾ അറിയണ്ട, പൈസ ഞാൻ തന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ശവപ്പെട്ടി. ഞാൻ പറഞ്ഞു ശവപ്പെട്ടി മേടിച്ചു. അവരാരും അറിയേണ്ട, ഒരു മറ്റു മതത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് അവരുടെ റിലേറ്റീവ്സ് ഒന്നും അറിയണ്ട നമ്മളാണ് ഇത് മേടിക്കുന്നതെന്ന്. അങ്ങനെ ആരും അറിയാതെ ശവപ്പെട്ടിയും മേടിച്ച് അവിടുത്തെ മുഴുവൻ ചിലവും ഞാൻ കൊടുത്ത് ആ ശവസംസ്കാര ശുശ്രൂഷ നടത്തി. ഞാൻ അങ്ങോട്ട് പോയി പോലുമില്ല, മരിച്ചൊന്നും പോയില്ല. മുമ്പ് പോയിട്ടുണ്ട്, അന്ന് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, ഇതിനകത്ത് ഇടപെട്ടുമില്ല. എന്തായാലും കാര്യങ്ങൾ നടന്നു. ആ പെൺകുട്ടി അവസാനം, പ്രിയമുള്ളവരെ, അവളെ ഇവിടുന്ന് ബന്ധുക്കൾ വന്ന് കൊണ്ടുപോകുമ്പോൾ അവൾ ആ കമ്പ്യൂട്ടർ മുഴുവൻ പൊതിഞ്ഞ് കെട്ടി ഇവിടെ കൊണ്ട് ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ളപ്പോൾ മേടിച്ചേക്കാം, തിരുമേനിയോട് പറയണം, ഇത് എനിക്ക് തന്നു, സന്തോഷം, പക്ഷേ എനിക്കിത് സൂക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് ഞാൻ പോകുന്ന വീട്ടിൽ കളഞ്ഞാലോ, അതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ. ആദ്യമായിട്ടാണ് നമ്മുടെയൊക്കെ കമ്പ്യൂട്ടർ കിട്ടിയാൽ കൊടുക്കുമല്ലോ. ഇത് തിരിച്ചു വന്നു. അതിനുശേഷം എന്നെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം ആരുടെയും സഹായം ഇല്ലാതെ ജീവിക്കണമെന്നായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ആരുടെയും സഹായം ഇല്ലാതെ ജീവിക്കാനാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. കൈകൂപ്പി, മുട്ടുകുത്തി, പാദം തൊട്ട് വന്നിച്ചിട്ട് എഴുന്നേറ്റ് പോയ സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത സംഭവം. ഈ സിസ്റ്റർ ഇത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിതാവേ, ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ സഹായിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കാണിച്ച കാരുണ്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നല്ലത് ചെയ്താലും ദൈവം, തിന്മ ചെയ്താലും അതവിടെ കിടക്കും. തിന്മയ്ക്ക് തിന്മ പ്രതിഫലം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് നാളെ നിങ്ങളൊരു ഒരു വാക്ക് പറഞ്ഞാൽ അത് നിങ്ങളുടെ കൃപയെ ബ്ലോക്ക് ചെയ്യും. കണ്ടോ, നബൂഖദ്നേസർ രാജാവ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ആ വാക്കിനകത്ത് ആ മനുഷ്യൻ്റെ അഹന്ത മുഴുവൻ ഒളിച്ചിരുന്ന് ഒറ്റയടിക്ക്, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ചോർന്നുപോയി. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില ദൈവാനുഗ്രഹങ്ങൾ ചോരുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതുപോലത്തെ ചില വിമർശനങ്ങളും ചില വാക്കുകളും ചില പ്രവർത്തികളുമാണ്. നമ്മളൊക്കെ വീട്ടിലിരുന്ന് വെറുതെ
കേട്ട കാര്യം ശരിയാണോ എന്നറിയാതെ എത്രയോ പേരെയാണ് വിമർശിക്കുന്നത്, അല്ലേ? എത്രയോ പേരെയാണ് നമ്മൾ വെറുതെ വിമർശിക്കുന്നത്. ഈ വാർത്ത ശരിയാണോ എന്ന് എങ്ങനെ അറിയാം? വലിയ തിന്മകൾ വലിച്ചു വെക്കുന്നുണ്ട് പല മനുഷ്യരും ഇതുപോലെ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെക്കുറിച്ച് ഓർത്ത് ആഴത്തിൽ പശ്ചാത്തപിക്കണം. ഇനി സംഖ്യാപുസ്തകം 22:18 മൂന്നാമത്തെ നമ്മുടെ ഒരു ബന്ധനം വായിക്കാം. ബാലാക്കിൻ്റെ സേവകരോട് ബാലാം പറഞ്ഞു, ബാലാക്ക് തൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നു. പ്രിയമുള്ളവരെ, ബാലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. നല്ല പ്രവാചകനാണ്. അപ്പോൾ ഈ ബാലാം പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കും. ഈ പ്രവാചകന്മാർ പ്രവചിച്ചാൽ അത് അതുപോലെ തന്നെ നടക്കും. അതുകൊണ്ട് പ്രവാചകന്മാരെ കൊണ്ട് പ്രവചിപ്പിച്ച് അത് കേട്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലത്തെ രാജാക്കന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാലാക്ക് ബാലാമിൻ്റെ അടുക്കലേക്ക് കുറച്ച് ആളുകളെ വിട്ടിട്ട് പറഞ്ഞു, ഒരു ജനം ഇതിലേക്കൂടെ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. ആരാന്ന് പറയും? ഇസ്രായേൽക്കാർ ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ കച്ചകെട്ടി നടക്കുക. അതുകൊണ്ട് ബാലാം പ്രവാചകൻ്റെ അടുക്കിലേക്ക് കുറേ പട്ടാളക്കാരെ എല്ലാം കൂടെ വിട്ടിട്ട് പറഞ്ഞു, ആ ബാലാം പ്രവാചകനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്ന് നിന്നിട്ട് ബാലാം പ്രവാചകനോട് പറയണം, ഇസ്രായേൽക്കാർ ഇനി യുദ്ധം നടത്തുമ്പോൾ നശിച്ചു പോകും, ഇനി യുദ്ധം നടക്കുമ്പോൾ നശിച്ചു പോകുമെന്ന് ബാലാമിനെ കൊണ്ട് പ്രവചിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. വ്യാജപ്രവാചനം നമുക്കൊക്കെ ആഗ്രഹമുള്ള കാര്യമാണ്, അല്ലേ? എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയാൻ കിട്ടിയാലല്ല പറയാൻ പറ്റത്തുള്ളൂ. ചിലരത് പ്രതീക്ഷിക്കത്തു പോലുമില്ല, പക്ഷേ കർത്താവ് കൊടുക്കും. അത് ദൈവത്തിൻ്റെ ആത്മാവ്. ഇത് പ്രിയമുള്ളവരെ, ഈ രാജാക്കന്മാർ ഇങ്ങനെ ആയതുകൊണ്ട് ചില പ്രവാചകന്മാരെന്ത് ചെയ്യും? ആവശ്യമില്ലാത്തത് പറഞ്ഞ് നമ്മുടെ തടി കേടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് അടിക്കും. എന്താണ്? രാജാവിന് താമസിയാതെ നല്ല അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഒരു രാജ്യവും കൂടെ അധികം താമസിയാതെ ഇതിനോട് ചേരാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ രാജാവ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കും. അപ്പം പൈസയൊക്കെ കൊടുക്കും. അതൊക്കെ കിട്ടി ജീവിക്കുന്ന ചില വ്യാജ പ്രവാചകന്മാരന്നും ഉണ്ടായിരുന്നു. ഇന്നും ഇല്ലാതില്ല, ഉണ്ട്. ഇല്ലാത്തതൊക്കെ പറയുന്ന പ്രവാചകന്മാർ ഇന്നുണ്ട്. ഒരു പള്ളിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ പ്രസംഗിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനുണ്ട്, ഇവിടുത്തെ കുര്യനച്ഛനുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന്. അപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, തിരുമേനി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൗൺസിലിംഗ് കൊണ്ടുവന്ന് കൗൺസിലിംഗ് നടക്കട്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഭയങ്കര കൗൺസിലിംഗാണ് അവിടെ. ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്തു, ഞാൻ പ്രസംഗിക്കാൻ കയറി. അപ്പം ഞാൻ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞാൽ ഒന്നുകിൽ എനിക്ക് കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണം. പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടണം. ചുമ്മാ എഴുതി തന്നാൽ ഞാൻ വായിക്കുകയല്ല, എനിക്ക് ബോധ്യപ്പെടണം. പരിശുദ്ധാത്മാവ് ബോധ്യം തന്നാൽ ഞാനത് മാത്രമേ പറയത്തുള്ളൂ. ചുമ്മാ ആരെങ്കിലും എഴുതി തന്നാൽ ഞാൻ പറയുകയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ, ഇത്ര നീളമുള്ള പേപ്പർ, ആ പേപ്പർ അച്ഛൻ കൊണ്ടുതന്നെ തന്നാണ്ട് നമ്മുടെ കൗൺസിലർക്ക് കിട്ടിയ സന്ദേശമാണെന്ന് വായിച്ചേക്കാവുന്നു തിരുമേനി. ഞാൻ നോക്കിയപ്പം 4 പേരുടെ പനി മാറി, 18 പേരുടെ ഇതെല്ലാം ശരിയാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ കറക്റ്റാണ് കേട്ടോ, അതൊന്നും മോശമൊന്നുമല്ല. അത് പരിശുദ്ധാത്മാവ് അങ്ങനെ കറക്റ്റായിട്ട് ഇവിടെയൊക്കെ അനേകം പേർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്, കിട്ടാറുണ്ട്, എല്ലാം സത്യമാണ്. ഈ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഇത് അച്ഛൻ ഒന്നീ വായിക്കുക, അല്ലെ ആ പുള്ളി തന്നെ വായിക്കുക, ഞാനിത് വായിക്കുകയില്ലെന്ന്. എനിക്കെന്തോ ഈ പേപ്പർ കണ്ടപ്പോൾ അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഞാൻ പ്രസംഗം കഴിഞ്ഞങ്ങ് പോയി. അതിനുശേഷം ഞാൻ മുറിയിലിരിക്കുകയാണ്. ഉടനെ ഈ പുള്ളിക്കാരൻ എന്നെ കാണാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിതാവ് ഇന്നലെ വന്നല്ലേ, എനിക്കൊന്ന് കാണാനും സംസാരിക്കാനും പറ്റിയില്ല. ഞാനും പറഞ്ഞു, എനിക്കും തിരക്കായിരുന്നു. ഒത്തിരി വർഷങ്ങളായിട്ട് ത്യാഗമെടുത്തൊരു പിതാവാണെന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ മെത്രാനായിട്ട് 2 വർഷമായുള്ളൂ. മെത്രാനായിട്ട് ഒട്ടും ത്യാഗം ഞാൻ എടുത്തിട്ടില്ല, എടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആണല്ലേ? 2 സന്ദേശം പറഞ്ഞ് 2ഉം തെറ്റിപ്പോയി. അത് കഴിഞ്ഞാൽ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതിനെ പ്രാർത്ഥന, ഞാൻ സ്ലീവായി എടുത്തിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ്. പ്രിയമുള്ളവർ, ഈ കുടച്ചക്രം കണ്ടിട്ടില്ല?
കുടച്ചക്രം പോകുന്ന പോലെ ഷു 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 എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് ബോൾ പോലെ നിലത്ത് കിടന്ന് ഉരുണ്ട് അങ്ങനെ ചാടി. ഞാൻ എഴുതാക്കാൻ പറഞ്ഞു, ഇങ്ങ് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ ആണ്ട് അച്ഛൻ്റെ അടുക്ക പോയി ഒരു കൗൺസിലിംഗ് സ്വീകരിക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ അടുക്ക ചെന്ന് കൗൺസിലിങ്ങിന് ഇരിക്കുകയും അച്ഛൻ ഒരൊറ്റ ചോദ്യം കണ്ണടച്ചേച്ച്, നിങ്ങളുടെ പള്ളിയിലെ അച്ഛനുമായിട്ട് ഉടക്കിയിട്ടാണോ ശുശ്രൂഷ നടത്തുന്നത് ചോദിച്ചു. എന്നെ പള്ളിയിൽ കയറ്റുകയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തോടെ നടന്നു ശുശ്രൂഷ ചെയ്യുക. പള്ളിയിൽ അച്ഛനുമായിട്ട് ഉടക്കിയിട്ടാണ് ശുശ്രൂഷ. കണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ സഭ. അവിടെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആരാ? പരിശുദ്ധാത്മാവാണ് പൗരോഹിത്യം കൊടുത്തിരിക്കുന്നത്. ആ പുരോഹിതന് തോന്നി ഈ പുള്ളിയുടെ പോക്ക് ശരിയല്ലെന്ന്, അതുകൊണ്ട് പറഞ്ഞു കൂടുതൽ പ്രവചിക്കേണ്ട, ദർശനം പറയേണ്ട, മര്യാദയ്ക്ക് പള്ളി വന്ന് കുമ്പസാരിച്ച് കുർബാന കൂടി വചനം കേട്ടിരുന്നോണമെന്ന് പറഞ്ഞതിന് അവിടെ നിന്ന് ഇറങ്ങി നാട് നീളെ നന്ദിയാണ് പ്രവചിച്ച് നടക്കുക. കണ്ട, ദൈവം പിടിച്ച്. അപ്പോൾ എഴുതിക്കൊണ്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്ന് പള്ളിയിലെ അച്ഛനെ കണ്ട് ക്ഷമ പറഞ്ഞ് രമ്യതപ്പെട്ടില്ലെങ്കിൽ പിശാച് നിങ്ങളുടെ ശുശ്രൂഷയെ തകർത്ത് നിങ്ങളെ അവസാനം കുരുക്കും, ചിലപ്പോൾ ജയിലിലൂടെ കിടക്കാൻ സാധ്യതയുണ്ട്. അതോടുകൂടി പുള്ളി സ്ഥലം വിട്ട്. അപ്പം ഇതാണ് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബാലാമിൻ്റെ കാര്യം. അപ്പോൾ ബാലാം ഇതുപോലെ പ്രവാചകനാണ്. ബാലാക്ക് വലിയ സൈന്യത്തെയൊക്കെ വിട്ടിരിക്കുകയാണ്. കുറേ സ്വർണവും കുറേ പൈസയെല്ലാം ആയിട്ടാണ് വരുന്നത്. വന്നിട്ട് പറഞ്ഞു, ബാലാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം, ബാലാക്ക് നിന്നെക്കൊണ്ട് പ്രവചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജാവെന്ന് കേട്ടാൽ അന്നേരം ചാടി വീഴേണ്ടതല്ലേ? ബാലാം പറഞ്ഞു, ഞാൻ ദൈവത്തോടൊന്ന് ചോദിക്കട്ടെ. ഇനി വായിച്ചോ, ഇനി ബാക്കി വായിച്ചോ. ബാലാക്കിൻ്റെ സേവകരോട് ബാലാം പറഞ്ഞു, ബാലാക്ക് തൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല. എന്നതിലും കുഴപ്പമുണ്ട് ഈ വാക്കിനകത്ത്. ബാലാക്ക് രാജാവിനോടും സേവകരോടും പറയുകയാണ്, എനിക്ക് ഈ പൈസയൊക്കെ തന്നാലും എനിക്ക് ദൈവം പറഞ്ഞതല്ലാത്ത കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. പൈസയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതൊക്കെ നിങ്ങൾ തരുമായിരിക്കും, തന്നാൽ ഞാൻ മേടിക്കും. പക്ഷേ എന്നാലും എനിക്ക് ദൈവം പറയുന്നതിൽ കൂടുതലൊന്നും ഞാൻ പറയില്ല കേട്ടോ. നല്ല പ്രവാചകനല്ലേ? നല്ല പ്രവാചകന. നമ്മളെ കണ്ടാൽ നല്ലവരല്ലേ? നല്ലവരാ. ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇരിപ്പ് കണ്ടില്ല, നമ്മൾ കണ്ടു കഴിയുമ്പോൾ ചിരിച്ചു, എന്നാ ഉണ്ട്, എന്തായിരുന്നു നമ്മുടെ എൻ്റെ കാര്യങ്ങളൊന്നും എല്ലാം ശരിയാക്കി തരാം, അതിപ്പോൾ ഉടനെ ശരിയാക്കി തരാം. അടുത്ത ദിവസം വന്നു കഴിയുമ്പോൾ, അതേ കലക്ടർ വിളിച്ചിട്ട് ഞാൻ അവിടം വരെ പോയിരിക്കുകയായിരുന്നു, നാളെ ശരിയാക്കി തരാം. കാര്യം നടക്കുമോ? ഒന്നും നടക്കുകയില്ല. അവസാനം തീരെ നടക്കാതെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആരോടെങ്കിലും പിയൂണിനെ വിളിച്ചിട്ട് പറയും, അത് എന്നാ കൊടുക്കേണ്ടിയോ തരേണ്ടിയോ പോലെ തരാം കേട്ടോ. അന്നേരം തന്നെ സാറിന് എപ്പോഴാണ് പോകേണ്ടത്? നമുക്കിപ്പോൾ തന്നെ പോയേക്കാം. അന്നേരം വണ്ടി എടുത്തു പോകും. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട കേട്ടോ, പിന്നെ സന്തോഷത്തോടെ തന്നാൽ ഞങ്ങളെല്ലാവരോടും വീതിച്ച് എല്ലാം നല്ല കാര്യം ചെയ്യും. എല്ലാവരോടും ഒന്നിച്ച് വല്ല പാർട്ടി നടത്തൂ, ആഹാരം കഴിക്കും. കൈക്കൂലി മേടിച്ചോ? ഇല്ല. ഇങ്ങനത്തെ കൈക്കൂലിക്കാർ വല്ലതും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഓർത്തോണം, ബാലാം വരാൻ പോകുന്ന ദോഷം എന്നാന്ന് ഇനി പറയാൻ പോകുന്നത്. അന്യായമായി മറ്റുള്ളവനെ കളിപ്പിക്കുന്നവന് വരാൻ പോകുന്ന ദോഷം. ചിലരുണ്ട് കട ചിരിച്ചുകൊണ്ടിരിക്കും, എന്നിട്ടോ പ്രിയമുള്ളവരെ തൂക്കത്തിൽ കളിപ്പിക്കും. കണ്ണി നോക്കി തൂക്കത്തിൽ കളിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ പല പല ബിസിനസ്സിലും കളിപ്പിക്കുന്നവരുണ്ട്. റബ്ബർ വ്യാപാരത്തിൽ കളിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ പല കളിപ്പീരുകാരുമുണ്ട്. അവർക്കെല്ലാം ഈ വ്യാജ പ്രവാചകൻ്റെ ദോഷം വരും. വ്യാജൻ. എന്നിട്ടോ വായിച്ചേ, ഈ രാത്രി കൂടി നിങ്ങളിവിടെ താമസിക്കുവിൻ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ രാത്രിയിലൊന്ന് താമസിക്കുക. ഞാൻ കർത്താവിനോട് ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ. വായിച്ചേ. കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്നറിയട്ടെ. ഏതാ? ഒന്ന് കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? പോകണ്ടെന്ന്. കർത്താവ് ഓൾറെഡി പറഞ്ഞു, നീ പോകണ്ട, നീ പ്രവചിക്കുകയും വേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. രാത്രിയിൽ ഒന്നുകൂടെ കർത്താവിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, കർത്താവിന് വല്ല മാനസാന്തരം ഉണ്ടാവുമെന്നറിയാം. വായിച്ചേ. രാത്രിയിൽ ദൈവം ബാലാമിനോട് പറഞ്ഞു, ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോവുക. എന്നാൽ ആദ്യം പറഞ്ഞു പോകരുതെന്ന്, രണ്ടാമത് പറഞ്ഞു പൊക്കോളാൻ. അപ്പോൾ രണ്ടാമത്തെ പ്രവചനം എന്ത് പ്രവചനാ?
ദൈവത്തിൻ്റെ പ്രവചനം. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബാലാമിൻ്റെ മനസ്സിൽ തോന്നുന്ന കാരണം എന്നാണെന്നറിയോ? ഈ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനം രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക, സ്വർണം. ദൈവമേ, ചെന്നില്ലെങ്കിൽ ഇതുമായിട്ട് ആമ്പിള്ളേർ പോവും. അതുകൊണ്ട് നമ്മൾ ചെന്നിട്ട് പിന്നെ നമ്മളൊന്നും പറയാതിരുന്നാൽ പോരെ? ചെന്നിട്ടൊന്നും പറയാതിരുന്നാൽ പോരെ? ഇങ്ങനത്തെ കുഴപ്പമുണ്ട്. നമ്മൾ വാട്സപ്പിലൊരു മെസ്സേജ് അയക്കുന്നതേ ഉള്ളൂ, മോശം അയക്കാതിരുന്നാൽ പോരെ? നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതല്ലേ ഉള്ളൂ. ഭാര്യയുണ്ട്, അയലോക്കത്തെ സ്ത്രീയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ. മോശമൊന്നും അല്ലല്ലോ പറയുന്നത്, ദൈവികാരിയല്ലേ പറയുന്നത്. ആ തൂത്തുട്ടി ധ്യാനകേന്ദ്രത്തിൽ പോയപ്പോൾ എൻ്റെ പൊന്നെ, ആ ധ്യാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കണ്ടോ ചതി വരുന്നത്? പല കുടുംബജീവിതങ്ങളും കോഞ്ഞാട്ടയാകാൻ കാരണം ഇതാ. ഇത്തരം ബാലാമിൻ്റെ ചതി നിങ്ങൾക്ക് പറ്റി. പല പ്രേമബന്ധങ്ങളും ഇതുപോലെ ശക്തമാകാൻ കാരണം എന്താ? ഈ ഹായ്, ഹലോ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഇതാണ് ആരംഭിച്ചത്. അവസാനം ഇപ്പം ഇങ്ങനായി. അവസാനം ഇപ്പം ഈ പരുവത്തിനായി. മനസ്സമാധാനമുണ്ടോ? അതില്ല. സന്തോഷമുണ്ടോ? അതില്ല. ഇനി കെട്ടി ഈ ഭാരം താഴെ വെക്കാൻ പറ്റുമോ? അതും പറ്റുകയില്ല. തൂങ്ങിച്ചാകാൻ പറ്റുമോ? അതും പറ്റുകയില്ല. എന്നാ ചെയ്യുന്നത്? ചുമക്കുക തന്നെ ചുമക്കുക. വായിച്ചേ. എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. കർത്താവ് പറഞ്ഞു, ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ നീ പറയാവൂ. അത് കറക്റ്റാണ്. പോകാൻ പറഞ്ഞു എന്ന് പറയുന്നത് ശകലം മായം ചേർത്ത്. പിന്നെ വായിച്ചേ. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. കണ്ടോ, പൈസാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ദൈവത്തെ മറന്നു, ദൈവത്തിൻ്റെ കൽപ്പനയെ മറന്നു, വ്യാജം ചേർത്തു. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യാജം ചേർക്കരുത്. നോയ്ക്ക് നോ, യേസിനേസ്. ഇല്ലെങ്കിൽ കുഴപ്പമാണ്. മനുഷ്യൻ പെട്ടെന്ന് പ്രലോഭിതനാകും. ശകല മനസ്സ് അസ്വസ്ഥം ഇതായി കഴിഞ്ഞാൽ, വീക്കായാൽ നമ്മൾ പതുക്കെ പാപത്തിലേക്ക് വീഴും. ചിലപ്പോൾ അത് മാരക പാപത്തിൽ ചെന്നെത്താം, വലിയ പ്രതിസന്ധിയായി മാറാം. എന്നിട്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ചിലപ്പം നഷ്ടപ്പെടാം. ഒരിക്കലൊരു പെങ്കൊച്ചനെ, ഒരു ഹിന്ദു കുട്ടിയാണ്, അതിനെ ഇവിടെ കൊണ്ടുവന്നു. ഒരു 23 വയസ്സുണ്ട്. ആ പെണ്ണ് ഒരു ചെക്കൻ്റെ കൂട്ടത്തിൽ പോയി. അവന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അവനെന്ത് ചെയ്ത്, സർട്ടിഫിക്കറ്റ് തിരുത്തി 24 കാണിച്ചു. ഇവക്ക് 23 ഉള്ളൂ, 22 ഉള്ളൂ. അപ്പോൾ ഇവൻ 24 കാണിച്ച്. ഇത് കണ്ടോണ്ടാണ് ഈ പെണ്ണ് പോയത്. ഇവർ പോലീസ് കേസ് കൊടുത്തു, പെണ്ണിൻ്റെ വീട്ടുകാർ. പോലീസ് ചെക്കനെയും പെണ്ണിനെയും കൂടി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. രജിസ്റ്റർമാർ ചെയ്യാനായിട്ടും കൊടുത്തിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ കോപ്പി. പ്രിയമുള്ളവരെ, എന്നാ പറ്റിയെന്നറിയോ? പോലീസിൻ്റെ ചെക്കിങ്ങിൽ ഇതാ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടു. അവന് പ്രായപൂർത്തിയായിട്ടില്ല, 18 വരുന്നതേ ഉള്ളൂ. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ഒന്ന് സർട്ടിഫിക്കറ്റ് തിരുത്തിയതിന് വ്യാജരേഖ ചമച്ചു, അതിന് അറസ്റ്റ് ചെയ്തു. 15 ദിവസം റിമാൻഡിലായിരുന്നു. പെണ്ണ് ചതിക്കപ്പെട്ട് പുറത്തായി. ഇങ്ങോട്ട് വീട്ടിലോട്ട് പോരാവോ, അവിടെ നിൽക്കാവോ. അവസാനം പ്രിയമുള്ളവരെ, അവിടെ അക്കരയും പറ്റിയാൽ ഇക്കരയും പറ്റാതെ വന്നപ്പം മൂന്നാമതൊരു കരയെ വന്നു. അതാണ് തൂത്തൂട്ടിക്കര. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് മര്യാദയെല്ലാം പഠിപ്പിച്ച് അതിനെ വിട്ടു. പ്രിയമുള്ളവരൊരു 6-8 മാസം കഴിഞ്ഞപ്പം അവൾ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ടു. ഞാൻ പറഞ്ഞു, മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിച്ചാൽ ചതി പറ്റും. വിധേയപ്പെട്ടു, നല്ല കല്യാണം വന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, കണ്ടോ ബാലാമിൻ്റെ ഗതി. അതുകൊണ്ട് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് കിട്ടണം. നമ്മൾ വേദപുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇങ്ങനെ വായിച്ചാൽ ഒന്നും മനസ്സിലാകുകയില്ല. യഹോവ എൻ്റെ ഇടയൻ. എന്നിട്ട് നിർത്തണം. നിർത്തിയിട്ട് നമ്മളിരുന്ന് ആലോചിക്കണം, യഹോവ എൻ്റെ ഇടയൻ. അപ്പോൾ ഇടയൻ ആരാണെന്ന് ചിന്തിക്കണം. ഇടയൻ ആരാണെന്ന് ചിന്തിക്കും. ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നയാളാണ്. അപ്പോൾ ആട് വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കും. ആട് കുഴി വീണാൽ
തോളെ കെറ്റിക്കൊണ്ട് പോകും. അങ്ങനെ കാര്യമെല്ലാം ചിന്തിക്കണം. അപ്പം ദൈവം എന്നെ അങ്ങനെ ചെയ്യും. ഇതാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണ് വേദവസം വായിക്കുന്ന യഹോവയുടെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എന്തോരം പ്രാവശ്യം വായിച്ചെന്നറിയാം. എൻ്റെ ചിന്ത മുഴുവൻ മുട്ടുണ്ടാകുകയെന്ന് പറയുമ്പോൾ ഈ മുട്ടിൻ്റെ കാര്യമാണ്. ഞാൻ വിചാരിച്ച് ഭിക്ഷക്കാരൻ ചൊല്ലുന്നതായിരിക്കും, അതുകൊണ്ടാണ് മുട്ടുണ്ടാകുകയില്ല. നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ലെന്ന് അതിനർത്ഥം. പക്ഷേ ഞാൻ ഒത്തിരി വർഷക്കാലം സെമിനാരി ചെല്ലുന്നത് വരെ എൻ്റെ മനസ്സിൽ കിടന്നിരുന്നത് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവൻ. അപ്പോൾ ഭിക്ഷക്കാരനല്ല ഈ നടക്കുന്നത്. ഭിക്ഷക്കാരൻ്റെ സങ്കീർത്തനം എന്നാണ് ഞാൻ 23-ാം സങ്കീർത്തനം മനസ്സിലാക്കിയത്. മനസ്സിലായോ? അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തണം, ബാലാം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. ബാക്കി വായിച്ചേ. അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കണ്ടോ, ദൈവം പോകാൻ പറഞ്ഞിട്ട് പോയതാണ്. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവൻ ദൈവം പറഞ്ഞിട്ടാണോ പോയത്? അല്ല, ഇവന് തോന്നിയതാ ദൈവം പറഞ്ഞെന്ന്. കാരണം എന്താ? പണത്തെ ദൈവമായി കണ്ടപ്പോൾ അവന് പലതും തോന്നി. ഇന്നത്തെ പ്രശ്നം അതാ. പണത്തെ ദൈവമായി കാണുമ്പോൾ പ്രിയമുള്ളവരെ പലതും പലർക്കും തോന്നും. അപ്പം പല കൃഷികളും നമ്മൾ ആരംഭിക്കും, അല്ലേ? നമുക്ക് തോന്നും ഇവിടെ ഒരു കുരിശും തൊട്ടി വെച്ചാൽ കൊള്ളാമെന്ന്. ദൈവം പറഞ്ഞിട്ടാ. കാരണം എന്താ? ആളുകൾ നല്ലോണം വരുന്നുണ്ട്, പൈസ ഇഷ്ടം പോലെ വീഴും. എന്നാൽ ഇരിക്കട്ടെ ഒരു കുരിശും തൊട്ടി. പറയുമ്പോൾ എന്താ? ദൈവം പറഞ്ഞിട്ടാ. നമുക്കറിയരുതോ? ഇപ്പോൾ ആർക്കും കുരിശും തൊട്ടി വെക്കണ്ട. എന്നറിയോ? ഭയങ്കര കറണ്ട് ചാർജ്. ഒറ്റ പള്ളിക്കാർ കുരിശും തൊട്ടിക്ക് അനുവാദത്തിന് വരാറില്ല. കാരണം എന്താണെന്നറിയോ? കുരിശും തൊട്ടിക്ക് കറണ്ട് ചാർജ് കൂടുതലും വരുമാനം കുറവും. അത് കാരണം ആർക്കും കുരിശും തൊട്ടി വേണ്ട. മറ്റേതെന്താണ്? മുട്ടിന് കുരിശും തൊട്ടിയാണ്. അനുവാദത്തിന് വേണ്ടി വരും. ഇതൊന്നും ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. ഇനി വായിച്ചേ. കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിൻ്റെ കൂടെ 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ടു. പ്രിയമുള്ളവരെ, ഇവൻ പോകുന്നതിൻ്റെ വഴിയിൽ ഊരിയ വാളുമായി ദൈവദൂതൻ നിൽക്കുന്നു. എന്താണ്? ബാലാം ദൈവഹിതപ്രകാരമല്ലാതെ പോകുന്നത് കണ്ടപ്പോൾ ദൂതൻ നിൽക്കുന്നു. പോകരുത് ബാലാമേ. പക്ഷേ ബാലാമിൻ്റെ കണ്ണടഞ്ഞു പോയതുകൊണ്ട് ബാലാമിന് ദൈവദൂതനെ കാണാൻ പറ്റിയില്ല. അവസാനം കൊണ്ടുപോയ കഴുത കണ്ടു. കഴുത വിളിച്ചു പറഞ്ഞു, ബാലാം, നീ എന്തായി കാണിക്കുന്നത്? പോകരുത്. ഉടനെ ബാലാം എന്ത് ചെയ്യുന്നറിയോ? കഴുതക്കിട്ട് 2-3 ഇടിയും കൂടെ വെച്ച് കൊണ്ട് പോകാൻ. ദൂതനെ കണ്ടിട്ടാണ് പോകാൻ. 2-3 ഇടി കഴുതക്കിട്ട് വെച്ച് കൊടുത്തു. ഇതുപോലെ നമ്മളെന്ത് ചെയ്തു? മൊബൈൽ ഫോൺ എടുത്ത് നിലത്ത് ഇടിച്ച് നമ്മൾ മൊബൈൽ ഫോൺ തല്ലി പൊട്ടിച്ചു. ഇങ്ങനത്തെ പല പരിപാടിയും നമ്മുടെ ജീവിതം തകർക്കുന്ന പല പരിപാടിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അവസാനം പ്രിയമുള്ളവർ, ഈ മനുഷ്യൻ പോയി. എന്നിട്ട് എന്താ പറ്റിയെന്നറിയോ? ഇങ്ങനെ പ്രവചിക്കാൻ നാക്കെടുക്കുമ്പോൾ ഇസ്രായേലിന് അനുകൂലമായി നാക്ക് വഴങ്ങാൻ തുടങ്ങി. ഇസ്രായേലിന് അനുകൂലമായി പ്രവചിച്ചു. എന്ത് പറ്റിയെന്നറിയോ? ബാലാക്ക് ഇവനെ ഓടിച്ചവിടുന്ന്. അവസാനം എല്ലാം ഉപേക്ഷിച്ച് ഈ ബാലാം പ്രവാചകൻ അവിടുന്ന് ഓടേണ്ടി വന്നു. നല്ല പേരുള്ള ഒരാളായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഉള്ളിൽ ദ്രവ്യാസക്തി. ചില ആളുകൾക്ക് ഈ ദ്രവ്യാസക്തി വളരെ കൂടുതലാണ്. ദ്രവ്യാസക്തി ഉള്ളിൽ കിടന്നാലുള്ള ദോഷം എന്നാണെന്നറിയോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ അത് പല മേഖലകളിലും കാര്യമായി ബാധിക്കും. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു. ഭാര്യയുണ്ട് കൂടെ. ഭാര്യയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. വരാൻ കാരണം പ്രിയമുള്ളവരെ, കല്യാണം കഴിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, ഈ പെണ്ണ് രാത്രിയാകുമ്പോഴത്തേനും പതുക്കെ വെട്ടുരുവായൊക്കെ ഇങ്ങോട്ടെടുക്കും. വെട്ടുരുവായൊക്കെ എടുത്തേച്ച് എന്ത് ചെയ്യണം? ഹണിമൂണാണ്. വെട്ടുരുവായൊക്കെ എടുത്തേച്ച് ഭർത്താവിനെ നിൽക്കുന്നത് വെട്ടിക്കളയും ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഭർത്താവ് പേടിച്ചു പോയി. അങ്ങനെ ഭർത്താവ് പേടിച്ച് പോയിട്ട് എന്ത് ചെയ്തു? ഇടവ വികാരി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ക്ലീലോബീതോയൊക്കെ കെട്ടിച്ചു വിട്ടതല്ലേ, ഇതാണ്ട് ഇവള് വെട്ടുരുവായി എടുത്തുകൊണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞു. ഉടനെ വികാരി അച്ഛൻ നേരെ നമ്മുടെ ഒരു ശിഷ്യനുണ്ട് ഇന്നിവിടെ ഉണ്ടായിരുന്ന റമ്പാച്ചനെ ഫോണിൽ വിളിച്ചു. റമ്പാച്ച, ഇന്ന പോലൊരു കേസുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ അടുത്ത ജീപ്പേ കയറ്റി പിറ്റേ ദിവസം രാവിലെ ഈ പെണ്ണിനെ ഇവിടെ കൊണ്ട് ഇറക്കി. എന്നിട്ട് ഞാൻ 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചോദിക്കുന്നതിനെല്ലാം വിപരീത മറുപടിയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ ഹാളിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഹാളിൽ പോയി ഇരുന്ന ശേഷം പുള്ളിക്കാരത്തി പതുക്കെ എന്ത് ചെയ്യുന്നറിയോ? ഈ ഡ്രസ്സ് ഓരോന്നോരോന്ന് അങ്ങോട്ട് ഊരാൻ തുടങ്ങി. ഉണ്ടായ സംഭവമാണ്. അപ്പനും അമ്മ ഇരിപ്പുണ്ട്.
ഉടനെ ഞാൻ പറഞ്ഞ് തേണ്ട് കുഴഞ്ഞു. ഉടനെ പേരൻസ് ഓടി വന്ന് പിടിച്ച്. അപ്പം ഞാൻ പറഞ്ഞു പേരൻസ് അകത്തോട്ട് വരാൻ പറഞ്ഞു. പേരൻസ് അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച്, എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട്? സത്യമേ പറയാവുള്ളൂ. ഉടനെ അവർ പറഞ്ഞ്, അത് പണ്ടൊരു മനപ്രയാസം പോലെയൊക്കെ വന്നതാണ്. മരുന്ന് കഴിക്കുന്നുണ്ടോ? ഉണ്ട്. ഡോക്ടർമാർ കല്യാണം കഴിപ്പിക്കരുതെന്ന് പറഞ്ഞിരുന്നില്ലേ? ഉണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞായിരുന്നു കല്യാണം കഴിക്കാതിരിക്കുകയാണ് നല്ലതെന്ന്. ഉടനെ ഞാൻ പറഞ്ഞ്, പിന്നെന്തിനാ കഴിപ്പിച്ചത്? നല്ലൊരു ആലോചന വന്നു. നിങ്ങൾ ചെറുക്കനോട് ഇത് പറഞ്ഞില്ലല്ലേ? പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? അല്ല, അവൾക്കൊരു മേലാഴികയുണ്ട്, അതുകൊണ്ടൊരു ചെറിയ ഗുളിക ഇത്രയുള്ളത് കഴിക്കുന്നുണ്ട്, ഇത്രയുള്ളൊരു ഗുളിക കഴിക്കുന്നുണ്ട്. എന്തു പറ്റിയെന്നറിയോ? അവൻ ഒരൊറ്റ പറച്ചിൽ. എന്താണ്? അത് സാരമില്ല, ഞങ്ങൾ ഏതെങ്കിലും അച്ഛന്മാരെ കൊണ്ട് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാറിക്കോളും. കാര്യം എന്നാണെന്നറിയോ? 10 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞു. ലോട്ടറി അടിക്കുന്നതിനേക്കാൾ കൂടുതൽ. ഈ ലോട്ടറി കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്? ചെറിയ ഗുളികയല്ല, ഇത്ര നീളമുള്ള ഗുളിക, 10 ലക്ഷം രൂപ. അതുകൊണ്ട് ഇവനെന്ത് ചെയ്ത് ഇതങ്ങ് കെട്ടാൻ തീരുമാനിച്ചു. ഇത് ഗുളിക കഴിക്കാതെ വന്നപ്പോൾ ഇളകിയതാണ്. പ്രിയമുള്ളവരെ, അവസാനം ഇവരോട് നിൽക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ ഡോക്ടറെ കൊണ്ട് കാണിക്കണം. ഉടനെ ഇവൻ പറയോ, ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് ഉറപ്പല്ലേ എനിക്ക്. കടുത്ത മാനസിക രോഗം. അച്ഛൻ പ്രാർത്ഥിച്ചാൽ മാറും. പക്ഷേ പ്രിയമുള്ള കടുത്ത ഈ മാനസിക രോഗമുള്ളവർക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സത്യത്തിൽ ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാനുള്ള കാര്യം അവരോട് പറഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവൻ പറയുക, അങ്ങനെയൊന്നും കാണുകയില്ല. കാരണം എന്താ? ഇവൻ ഈ 10 ലക്ഷം രൂപയും ചിലവാക്കി കളഞ്ഞ്. ഇത് തിരിച്ചു കൊടുക്കണ്ടേ? പെണ്ണ് പോയാൽ 10 ലക്ഷം രൂപ ഇവിടെ കൊണ്ട് ഉണ്ടാക്കും. നല്ല സൂപ്പർ കല്യാണം. 5 ലക്ഷം രൂപയ്ക്ക് കല്യാണം നടത്തി. നാട്ടുകാരെയും വീട്ടുകാരെയും മുഴുവൻ അടിച്ച് വീഴിച്ചു. പിന്നെ ബാക്കി പൈസ എങ്ങാണ്ട് ലോണിന് കയറി അടച്ച്. ഇനി എവിടുന്ന് കൊടുക്കും? ദ്രവ്യാസക്തി ഒരുവൻ്റെ ജീവിതത്തെ കൊണ്ട് തകർത്തുണ്ടോ? കുടുംബജീവിതം പോയി, സാമ്പത്തിക മേഖല തകർന്നു, 10 ലക്ഷം രൂപ അവസാനം സ്ഥലം വിറ്റങ്ങാണ്ട് ഉണ്ടാക്കേണ്ടി എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്നറിയോ? അപ്പോൾ ഇതുപോലെ ദ്രവ്യാസക്തിയായിട്ടിരിക്കുന്ന ചെറുപ്പക്കാരികളെ ആരെങ്കിലും, അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ഈ ദ്രവ്യാസക്തി ഉള്ളത് അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുമാണ്. നിങ്ങൾ ഓർത്തോണം, ദ്രവ്യാസക്തി നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ കുരുക്കിൽ ചെന്ന് ചാടും. സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ബാലാമിൻ്റെ അത്യാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ നയിക്കാൻ പറ്റുകയില്ല.